ഒളിഞ്ഞിരുന്ന് നോക്കുന്നേ ഇവിടൊക്കെ മോൻ. എന്തുവാടെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കും? ഇറങ്ങി വന്നു നല്ലീശ്വരനെ. ഏട്ടാ, ഞാൻ പോകുന്നു ശരി. ഇവിടെ ഓണം ഇല്ല എനിക്ക്, അവിടെയാണ് ഓണം. എന്നെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, പോകാൻ പറ്റില്ല. ഓരോരോ പ്രശ്നങ്ങൾ ഒന്നുമേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് 28-ാം തീയതിക്ക് മുന്നേ അവിടെ ഇറങ്ങണം. അവിടെയാണ് ഓണം. എന്നാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കൺഫ്യൂഷൻ. ഞാൻ മാത്രമായിട്ട് പോണോ, അവരവിടെ കൊണ്ടുപോകണോ? ഒന്നും പറ്റുന്നില്ല. കാരണം വെറുതെ ടിക്കറ്റിന് പൈസ കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. 45,000 മുകളിലുണ്ട് ടിക്കറ്റ് ഒരെണ്ണം. 1,400,000 മുകളിൽ വേണം ടിക്കറ്റ്. എടുക്കുന്നില്ല, വെറുതെ ഇങ്ങനെ കൊണ്ട് കളയണ എന്തിനാ പൈസ? അതുകൊണ്ട് മടിക്കുന്ന എടുത്ത്. ഞാൻ പോയി കഴിഞ്ഞ പിന്നെ വരവെല്ലാം കണക്ക് തന്നെ. ഇതിപ്പോ തന്നെ വന്നത് 7 വർഷത്തിന് ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇപ്പൊ ഞാൻ വന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ വരവെല്ലാം കണക്ക് തന്നെ. എനിക്ക് ഇവിടെ നിൽക്കുന്നേക്കാൾ ഇഷ്ടം അവിടെ നിൽക്കുന്നത്. പോയി കഴിഞ്ഞ പിന്നെ 4-5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇങ്ങോട്ട് വന്നാൽ മിക്കവാറും. പഞ്ചവർണ്ണ കിളി കൊഞ്ചിക്കും മനസ്സ്. അതങ്ങനെയാണ്. ശരി. ഇവിടത്തെക്കാളും ലൈഫ് എനിക്ക് ഇഷ്ടം എനിക്ക് അവിടുത്തെയാണ്. എക്സ്പെൻസ് ആണ്, എന്നാലും ഒരു നമ്മള് എന്തിനും ഒരു സമാധാനമുണ്ട്. എനിക്ക് പൈസയേക്കാൾ ഏറ്റവും പ്രധാനം മനസ്സമാധാനമാണ്, സന്തോഷമാണ്, എൻജോയ്മെന്റ് ആണ്. എൻ്റെ മൈൻഡ് മൊത്തം ഒരു വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ഫ്രീ മൈൻഡാണ്. എനിക്ക് ഈ അടച്ചുപൂട്ടല്, എന്തുവാണ് ഈ അടക്കി വെക്കാന്ന് എനിക്ക് ഇഷ്ടമല്ല. ഫ്രീ ബാഡ്, ഞാൻ ഫ്രീ ബാഡായിട്ട് പറഞ്ഞു നടക്കണം. ലൈഫ് എൻജോയ് ചെയ്യണം, അല്ലാതെ ഈ ബാധ്യതകൾ ഒപ്പിക്കാനാണ് ഇഷ്ടം. കുറെ നൂലാമാലകൾ, ബാധ്യതകൾ, ഇവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ആൾക്കാർ ഇടക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല. ലൈഫായ ഒരിക്കലുള്ള ലൈഫല്ലേ ഉള്ളൂ. പണം മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വലിയ വലിയ പഞ്ചവർണ്ണ കിളിയേ കുഞ്ഞ്